കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ. നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ ആരായിരിക്കും? മുത്തശ്ശി, ചിന്നുമോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഓ, ഇങ്ങ് തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. മണി, ഞാൻ പോയിക്കോട്ടെ? കാർത്തികേ, മണിക്കുട്ടൻ തലയിൽ പൂ വെച്ചപ്പോ ബിൽഡപ്സ് വരുന്നില്ലേ? അവിടുന്ന് തുടങ്ങിക്കോ. റെഡി സർ. വിജയ്, ഞാൻ റെഡി സാർ. ആ പെണ്ണ് ഓടി വരുന്നു, മണിക്കുട്ടൻ ഫ്ലൂട്ട്, അവൻ ചിന്നു എന്ന് വിളിക്കുന്നവര്. പിന്നെ ആ പൈസ താഴെ വീഴുന്നില്ലേ, അവിടെ സ്പെഷ്യൽ ട്യൂൺ വെച്ചിട്ടുണ്ട്. കളക്കുന്നു. ഓക്കേ, ടേക്ക്. കുത്തുവിളക്കിലെ ദീപപ്രഭ പോലുണ്ട് മോളെ. നിന്നെ കെട്ടിക്കൊണ്ടു പോകുന്ന ആ രാജകുമാരൻ ഓ ആരായിരിക്കും? മുത്തശ്ശി, ചിന്നുമോളെ, എന്താ മണിക്കുട്ട? തലയിലിരുന്ന പൂ താഴെ വീണു. ഓ, ഇങ്ങ് തന്നേക്ക്. ഞാൻ തന്നെ വെച്ചുതരാം. മണി, ഞാൻ പോയിക്കോട്ടെ? എടാ കാർത്തിക, ആ പണക്കാരി പെണ്ണ് നാണിച്ചപ്പോ നീ ആ സിത്താർ വായിച്ചില്ലേ? കള്ളക്കിട. അതെ, നീ ഇതിനു മുമ്പ് ബെൻഹറിനും ബ്രേവ്ഹാർട്ടിനും അല്ലേ വായിച്ചത്? വർഷം കുറെ ആയാലും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അങ്ങേരെ കേക്കോടാ. എടാ കാർത്തിക, അവളൊരു പണക്കാരി പെണ്ണ്, ഇവൻ ഒന്നുമില്ലാത്തവൻ. അവൻ അവളുടെ തലയിൽ പൂ വെച്ച് കൊടുത്ത പ്രേമം. അവൻ ഹീറോ ആടാ, അവൻ വെച്ചാ വരുമല്ലോ. അതുപോലെ നമ്മളൊരു പൂ വെച്ച് കൊടുത്താലോ? പോലീസ് വരും. എന്നാ നമ്മുടെ സിനിമയിലെ പണക്കാരി പെണ്ണ് പാവാടാ. എന്താ? അവളൊരു പിച്ചക്കാരനെയല്ലേ പ്രേമിക്കുന്നത്. ഓക്കെ, റെഡി സാർ, പ്ലേ. എങ്ങനെയുണ്ടാ? ഉഗ്രനായിട്ടുണ്ട്. എത്ര ശാന്തമായ അന്തരീക്ഷം. Uncle, don't move! Enemies attacking! രക്ഷപ്പെട്ടു. അയ്യോ, എന്താ വിജയ്, ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലോ. കൊച്ചു കുട്ടികൾ അങ്ങനെയാണ്. വീണ്ടും ഇവിടെ ശാന്തമായത് കണ്ടോ? ഈശ്വര. എക്സ്ക്യൂസ് മീ, യെസ്, ഈ ഫ്ലാറ്റ് നമ്പർ 17D എവിടെയാ? അതിനവിടെ ആരും താമസിക്കുന്നില്ലോ സർ. അതെനിക്കറിയാം, ഞങ്ങൾ അവിടുത്തെ പുതിയ ഓ താമസക്കാർ. അങ്ങനെയാണോ സാർ? എന്റെ പേര് ഷൺമുഖം എന്നാ. ഓ, ഇവിടെ സെക്യൂരിറ്റി മെയിൻ്റനൻസ് ഒക്കെ ചെയ്യുന്നത് ഞാനാ. ചുരുക്കത്തിൽ പറഞ്ഞാ ഇതിന്റെ ടോട്ടൽ കൺട്രോൾ എന്റെ കയ്യിലാ. എന്റെ പേര് കാർത്തിക്. ഹലോ സർ. ഇത് വിജയ്. ഹലോ സർ. സാർ ഇതിലെ നേരെ പോകുമ്പോ അവസാനത്തെ ഫ്ലാറ്റ് ആണ് സർ. അവിടെ ചെന്നിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ. ഓക്കെ ഓക്കെ സർ. ഹലോ, ഹൗ ആർ യു? Fine, uncle. അതെ, എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ കർച്ചീഫ് താഴെ വീണ് കിടന്നാ. താങ്ക് യു. എന്താ? താങ്ക് യു. അങ്ങനെ ആയിക്കോട്ടെ. എടാ വിജയ്, കർച്ചീഫ് എടുത്ത് കൊടുത്തതിന് ഇത്ര വികാരം എന്തിനാ? നീ എന്തിനാ ചിരിക്കുന്നു?
അല്ല, ഒരു നിമിഷം നീ ആ പിച്ചക്കാരൻ പയ്യനും അവൾ ആ പണക്കാരൻ പെണ്ണോട് ഓർത്തു പോകും. എടാ കാർത്തിക്, ആ നമ്മൾ എപ്പോഴും അയൽക്കാരുമായി നല്ല റിലേഷൻഷിപ്പ് കാത്തു സൂക്ഷിക്കണം. പിന്നെ ബെല്ലടിക്ക്. വി അനന്തകൃഷ്ണൻ, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. യെസ്, ഹലോ സർ, ഞങ്ങൾ അടുത്ത ഫ്ലാറ്റിലെ പുതിയ താമസക്കാരാ. പ്ലീസ് കം ഇൻ. അകത്തേക്ക് വരൂ. ഐ ആം അനന്തകൃഷ്ണൻ. ഐ എം കാർത്തിക്. ഓ, വിജയ്. വെരി ഗുഡ്. പ്ലീസ് ബി സീറ്റഡ്. ഈ ഫ്ലാറ്റിന്റെ സെക്രട്ടറി ഞാനാകട്ടോ. ഓ ജാനു, എന്റെ ഭാര്യ ജാനു. ഓ നമസ്കാരം. നമസ്കാരം. ഇന്നും ഞങ്ങളുടെ പാല് ഇവര് അടുത്ത ഫ്ലാറ്റ് താമസിക്കാൻ വന്നവരാ. അതെയോ? എന്റെ മോന. പേര് അർജുനൻ. നിങ്ങൾ എവിടാ ജോലി ചെയ്യുന്നത്? ഞങ്ങൾ രണ്ടുപേരും മ്യൂസീഷ്യൻസാ, കീബോർഡ് പ്ലേയേഴ്സ്. ഓ, ഗാനമേളയ്ക്ക് വായിക്കുന്നവരാണോ? നോ നോ സർ, ഞങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്നവരാ. മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എന്ന് കേട്ടിട്ടില്ലേ? ഓ, എനിക്കറിയാമല്ലോ. അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് ഞങ്ങളാ വായിക്കുന്നത്. അപ്പോ ചന്ദ്രമുഖിയിലെ പാട്ടല്ല? ഞങ്ങളാ വായിച്ചത്. നേരാണോ? കൊഞ്ച നേരം കൊഞ്ചി പേസ കൂടാതാ. എനിക്ക് ഒരുപാട് ഇഷ്ടത്. ആഹാ, എത്ര നന്നായിട്ട് പാടുന്നു. താങ്ക് യു. എന്റെ മോനും കീബോർഡ് പഠിക്കുന്നുണ്ട്. മ്യൂസിക് എന്ന് വെച്ചാൽ അവന് ജീവനാ. ആ, കണ്ടാലേ അറിയാലോ. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോ അവന് കുറച്ച് പഠിപ്പിച്ചു കൊടുത്തെങ്കിൽ. ആയിക്കോട്ടെ, ഡെഫിനറ്റ്ലി. പാട്ട് മാത്രമല്ല, പാചകവും നന്നായിട്ട് ചെയ്യുമല്ലേ? നല്ല അവിയലിന്റെ മണം വരുന്നുണ്ടല്ലോ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു കൊച്ചു പാത്രത്തെ കുറച്ച് കിട്ടിയിരുന്നെങ്കിൽ. ഉണ്ടാക്കേണ്ട താമസം ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം. വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടമായി സർ. ഫാമിലിയൊക്കെ എപ്പോഴാ വരുന്നത്? അവരാരും ഇങ്ങോട്ട് വരുന്നില്ല സർ, ഞങ്ങൾ മാത്രമേ കാണൂ. അമ്മ ഏട്ടൻ്റെ കൂടെ ഡൽഹിയില്ല, ഇവൻ എപ്പോഴും എൻ്റെ കൂടെ കാണും. ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ? ഇല്ല, ഇപ്പഴാ കർച്ചീഫ് എടുത്ത് കൊടുത്തത് സർ. ഇതുവരെ ഒന്നും ആയില്ല സർ. എനിക്കും ആയിട്ടില്ല സർ. നീ അകത്ത് പോ. ജാനു. യു മീൻ യുവർ ബാച്ചിലേഴ്സ്? കല്യാണം കഴിച്ചില്ലെങ്കിൽ ബാച്ചിലേഴ്സ് അല്ലേ സർ? എവിടെയോ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. അതെ സർ, ഇവന് സർപ്പദോഷമുണ്ട്. ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ് റൂൾസ് പ്രകാരം ബാച്ചിലേഴ്സിന് വീട് കൊടുക്കാറില്ല. ആന്താ സർ? ഇതിനു മുമ്പ് 4 ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു. തലവേദനയായിപ്പോയി. അത് പിന്നെ ഞങ്ങൾ ബാച്ചിലേഴ്സിന് കൊടുക്കാറില്ല. എല്ലാ ഹൗസ് ഓണറിനും ലെറ്റർ അയച്ചിരുന്നല്ലോ. ഞങ്ങളുടെ ഹൗസ് ഓണർ സൗത്ത് ആഫ്രിക്കയിലാണ് സർ. അറിയാം, അയാളെ ഞാൻ അറിയിച്ചിരുന്നല്ലോ. സാർ സാർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾ അങ്ങനെയുള്ള ബാച്ചിലേഴ്സ് അല്ല. അബ്ദുൽ കലാം, വാജ്പേയി ഇവരെ പോലെ വളരെ മര്യാദക്കാർ. അതെ സർ, ഞങ്ങൾ രാവിലെ പോയ പിന്നെ രാത്രിയെ വരും. ഞങ്ങളിവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അത് മാത്രമല്ല 2 ലക്ഷം രൂപ അഡ്വാൻസും കൊടുത്തു പോയി. സോറി, റൂൾസ് ഒന്നുണ്ടല്ലോ. നിങ്ങൾ വേറെ വീട് നോക്കിയോ. ശരി, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സർ. ഞങ്ങൾ ഹൗസ് ഓണറോട് സംസാരിച്ചിട്ട് സാറിനോട് പറഞ്ഞോളാം. വാ വിജയ്. അങ്ങോട്ട് എവിടെ പോവാ? എടുക്കാൻ പോവാ. ഓ, മോനെ, ഒരുപാട് പാല് കുടിക്കും, ധോണിയെ പോലെയോ. ഇനി നമ്മൾ എന്താ ചെയ്യുക? പ്രാക്ടിക്കലായി ചിന്തിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ. ബാച്ചിലേഴ്സിന് വീട് കിട്ടുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നീ വേഗം ഒരു കല്യാണം കഴിക്കും. നിന്റെ അമ്മയെ നിർബന്ധിക്കല്ലേ? നിന്റെ അമ്മയും പറയുന്നുണ്ടല്ലോ, എന്നാ നീ കഴിക്കും. നോക്ക്, നീ ഒരു ബാച്ചിലർ ആയതുകൊണ്ട് വീട് കിട്ടില്ല. ഞാനൊരു ബാച്ചിലർ ആയതുകൊണ്ട് പെണ്ണെ കിട്ടില്ലടാ. ഒന്ന് ചുമ്മാരിയാണ്. എടാ, സീരിയസ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. ആ സെക്രട്ടറി, അയാളും കല്യാണം കഴിച്ചു. നിനക്കെന്തിന്റെ കുറവാടാ? ആദ്യം നിന്റെ അമ്മയോടൊന്നും പറ, വേഗം ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാം. ഏയ്, അങ്ങനെ ഒന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല വിജയ്. അതൊക്കെ സമയമാകുമ്പോൾ നടക്കും. എന്താ? നമ്മുടെ മനസ്സിന് പിടിച്ചൊരു പെണ്ണ് കൺമുമ്പിൽ വരണം. അവളെ കണ്ട ഉടനെ തോന്നണം ഒരു 100 വർഷമെങ്കിലും ഒന്ന് ജീവിക്കണമെന്ന്. എന്താടാ ചങ്ക് പൊട്ടുന്നടാ. നീ വെറുതെ കളിയാക്കല്ലേ? പിന്നല്ലാതെ, കണ്ടപ്പോ തന്നെ എങ്ങനെ തോന്നണ? അതങ്ങനെയാടാ. നീ ഈ കോമിക് ബുക്സിൽ കണ്ടിട്ടില്ലേ? തലയ്ക്ക് മുകളിൽ ബൾബ് കത്തും, മണിയടിക്കുന്ന ശബ്ദം കേൾക്കും. അതിന് നീ ഒരു ഇലക്ട്രീഷ്യൻ ആവണം, അല്ലെങ്കിൽ ചർച്ചിൽ മണി അടിക്കുന്നവനാവണം. അതൊന്നും നടക്കില്ല. എടാ നടക്കൂടാ. അത് പോട്ടെ, ആ സെക്രട്ടറി എന്ത് ചെയ്യാൻ പോവാ? നീ ബൾബ് കത്തിക്കുന്നതിന് മുമ്പ് അയാൾ ഫ്യൂസ് ഊരിക്കൊണ്ട് അയാളോട് പോകാൻ പറ. അയ്യോ, കണ്ടോ, പ്രേമത്തെ കുറിച്ച് പറഞ്ഞപ്പോ അവന് ചൂട് കണ്ടില്ലേ? എടാ വിജയ്, നിനക്ക് ഇങ്ങനെയൊന്നും തോന്നുന്നില്ലടാ. എങ്ങനെ ഈ ബൾബ് കത്തുന്നത്, മണിയടിക്കുന്നത്? വാസ്തവത്തിൽ ഞാനിത് എന്താ? ഇനി ഒന്നും പറയണ്ട പ്ലീസ്.
പറയാൻ സമ്മതിക്കില്ലല്ലോ. എത്ര ദിവസമായി നിന്നോട് ഞാൻ പറയാൻ തുടങ്ങിട്ട് പറഞ്ഞ ഒരു അനുസരണില്ല അല്ലേ? ചവിട്ടിക്കുട്ടി ഞാൻ. നിനക്ക് അത്ര അഹങ്കാരമായി. ഞാനൊരാണാണടി, ഇങ്ങനെയൊക്കെ കാണിക്കും. എന്നെ നോക്കാനാണ് നീ ആണാണോ ചോദിച്ചേ? ചവിട്ടിക്കൊല്ലി ഞാൻ നിന്നെ. ഒരു മൂക്ക് തിടുന്നതിന് വേറെ 2 മൂക്ക് തിടുന്ന വിലസ എന്റെ അടുത്ത്. ഇനി മേലാൽ എന്റെ അടുത്ത് അഹങ്കാരം കാണിച്ചാലുണ്ടല്ലോ. എന്താ എന്റെ കൈ കയറി എന്തിനാടി പിടിച്ചേ? നീ ആരാ? നീ എന്ത് വിജയശാന്തിയാണെന്ന വിചാരം? വിടാൻ എന്റെ ഭാര്യയെ ഞാൻ തല്ലും കൊല്ലും. അത് ചോദിക്കാൻ ഈ ഏരിയയിൽ ഒരോരുത്തൻ ജനിച്ചിട്ടില്ല. ഒരു പെണ്ണായ കാരണം കൊണ്ട് വെറുതെ വിടുന്നതാ. ഒരാണാണെന്ന് വിചാരിച്ചോ അവനെ ഞാൻ ചവിട്ടി എല്ലോടിച്ചിട്ടുണ്ടാവും. അയ്യോ, നീ എന്നെ അടിച്ചൂലേ? നിന്നെ ഞാൻ കാണിച്ചു. അയ്യോ അയ്യോ, എന്റെ തല കറങ്ങുന്നേ. ഭൂതം ഭാവി വർത്തമാനം ഒക്കെ കാണാം. അയ്യോ. വാ. എടീ, ആൾക്കാരെ വെച്ചാണ് അടുപ്പിക്കുന്നത്. അത് പോട്രാ, നീ എന്റെ അടുത്ത് പറഞ്ഞതിന് പകരം നേരെ അവളുടെ അടുത്ത് ചെന്ന് ബൾബ് കത്തി മണിയടിച്ചു. എപ്പൊ കല്യാണം കഴിക്കാൻ ചോദിക്കേണ്ടതല്ലേ? അതിനിടയിൽ ഓട്ടോ കയറി പോയി കളഞ്ഞില്ലേ? എന്തൊരു പെണ്ണാടാ അത്! എന്തൊരു ധൈര്യമാ! ആ ഒരു നിമിഷം ഞാൻ എൻ്റെ അമ്മയെ ഓർത്തു പോയടാ. വയസ്സായവളാണ്. ഛേ. വിജയ്, ഞാൻ അവളുടെ സ്വഭാവം ഒന്ന് പറഞ്ഞതാ. ഓ, എൻ്റെ അമ്മ ഇതുപോലെയാ. ഒരു ദിവസം ഒരുത്തൻ എൻ്റെ അമ്മയുടെ ഹാൻഡ് ബാഗ് തട്ടിയെടുത്ത് ഓടിക്കളഞ്ഞു. അവനെ ഓടിച്ചിട്ട് പിടിച്ച് റോഡിലിട്ട് തല്ലി അവശനാക്കി. അതിനുശേഷം എനിക്ക് എന്നെ ഹാൻഡ് ബാഗ് തൊടാൻ പേടിയാ. കാർത്തേക്, മനസ്സിലായി. കുറച്ചു നാളായി നമ്മൾ അടിയിടി കമേഴ്ഷ്യൽ പടമല്ലേ ചെയ്യുന്നത്. ആദ്യം നിന്നെ നശിപ്പിച്ചു. അവൾ ആരായിരിക്കും വിജയ്? അവള് ആരെ പോലെ ഇരിക്കുന്നു വേണ്ട വിജയ്, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ തന്നെ അന്വേഷിച്ചോളാം. ഓക്കെ? നീ നന്നാവില്ലടാ.